ഹായ് ഓൾ. നമ്മൾ എസ് എസ് സിയുടെയും അതേപോലെ തന്നെ റെയിൽവേയുടെയും ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ഓൾറെഡി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന റെയിൽവേയുടെ എക്സാംസിന് വേണ്ടിയും അതേപോലെ തന്നെ എസ് എസ് സിയുടെ എക്സാംസിന് വേണ്ടിയും. അപ്പോൾ എസ് എസ് ജിയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എസ് എസ് സിയുടെ സി ജി എല്ലിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാനിരിക്കുന്ന ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന എസ് എസ് സി സി ജി എല്ലിന്റെ എക്സാംസിന് വേണ്ടിയുള്ള പ്രാക്ടീസിന് വേണ്ടി നമ്മൾ എസ് എസ് സിയുടെ സി ജി എല്ലിൽ തന്നെ ലാസ്റ്റ് 2 to 3 ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നോട്ട് ഈ സെഷൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ റെയിൽവേയുടെയും അതേപോലെ തന്നെ ബാക്കി സി എച്ച് എസ് അതേപോലത്തെ എക്സാംസിനെയും ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസിനും ഓൾറെഡി കൊണ്ടുപോകുന്നതായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ സി ജി എല്ലിന്റെ ക്വസ്റ്റ്യൻസും ഇന്നോട്ട് ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ് വരാനിരിക്കുന്ന ഒക്ടോബറിൽ നടക്കുന്ന സി ജി എല്ലിന്റെ എക്സാമിന്റെ പ്രാക്ടീസിന് വേണ്ടി. അപ്പോൾ നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നത് ആദ്യമേ 2022 2023 സി ജി എല്ലിന്റെ നടന്നിട്ടുള്ള എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ഈ സെഷൻസ് വരെ നമ്മൾ മെയിൻലി ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ വളരെ പെട്ടെന്ന് യൂഷ്വൽ കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് കൂടാതെ തന്നെ എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും ഓരോ ടോപ്പിക്കും ഓരോ ഏത് കൺസെപ്റ്റിൽ നിന്നാണ് അത് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതേപോലെ അതിനെ വളരെ പെട്ടെന്ന് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുകയാണ് നമ്മൾ ഈ സെഷൻസ് വരെ ചെയ്യുന്നത്. സോ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി ചാനലിൽ പോയി നിങ്ങൾ കാണാവുന്നതാണ്. അതുപോലെ വരാനിരിക്കുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ഡിസ്ഹോണസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യനിൽ പറയുന്നത് എ ഡിസ്ഹോണസ്റ്റ് മെർച്ചന്റ് സെൽസ് ഗുഡ്സ് അറ്റ് എ 12.5% ലോസ് എന്നാണ് പറയുന്നത് ഓൺ ദി കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഒരു ഡിസോണസ്റ്റ് സെല്ലർ ഒരു ആർട്ടിക്കിൾ വിൽക്കുന്ന സമയത്ത് 12.5% ലോസിലാണ് ആൾ ശരിക്കും വിൽക്കുന്നത്. പക്ഷേ ഹി യൂസസ് 28% വെയിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 36. പക്ഷെ ആൾ കൂടെ എന്തും ചെയ്യുന്നുണ്ട്, ചീറ്റും ചെയ്യുന്നുണ്ട്. എങ്ങനെ ചീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 36 ഗ്രാം കൊടുക്കേണ്ട സ്ഥലത്ത് 28 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 36 ഗ്രാമിന്റെ വെയിറ്റിന്റെ സ്ഥലത്ത് 28 ഗ്രാമിന്റെ വെയിറ്റേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആളുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അങ്ങനെയാണെങ്കിൽ അതെന്ത് പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് നമുക്കവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനെ വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യം അവിടെ പറയുന്നത് ആളെ ആ സംഭവം വിൽക്കുമ്പോൾ ആൾക്ക് 12.5% ലോസ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12.5% ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അതിനെ ഒരു റേഷ്യോ ആംഗിളിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് നമുക്കവിടെ 12.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്ന് പറയുന്നത് 1/8 ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാള് 8 ആണ് അതിന്റെ ശരിക്കുള്ള വിലയെങ്കിൽ ആ ആർട്ടിക്കിളിനെ എത്ര രൂപയ്ക്കാണ് ആൾ വിറ്റുകൊണ്ടിരിക്കുന്നത്? 7 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കൈൻഡ് ഓഫ് ഒരു കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിന്റെയും കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ 8 രൂപയുടെ ആർട്ടിക്കിൾ, 8 രൂപയുടെ ആർട്ടിക്കിളിൽ 1 രൂപ നഷ്ടത്തിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിൽക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? 7 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത് നമ്മൾ ഇൻ ടേംസ് ഓഫ് റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോൾ. ഇനി അടുത്ത കണ്ടീഷനിലേക്ക് പോവാം. അടുത്ത കണ്ടീഷനിൽ പറയുന്നത് 28 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ, 36 ഗ്രാം ചോദിക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പം അവിടെ ചീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 36 ഗ്രാമിന്റെ പ്ലേസിലാണ് 36 ഗ്രാം കൊടുക്കേണ്ട സ്ഥലത്താണ് എന്ത് കൊടുക്കുന്നത്, ആ ഒരു 28 ഗ്രാം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു ചീറ്റ് ചെയ്യുന്ന കണ്ടീഷനിലുള്ള ഡിസോണസ്റ്റ് സെല്ലറുടെ ഒരു കണ്ടീഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും ദാറ്റ് ആള് അവിടെ ചീറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ ചീറ്റ് ചെയ്യുമ്പം ആൾക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. ആൻഡ് ആൾ കൊടുക്കുന്നത് എത്രയാണ്? 28 ആണ് ആൾ കൊടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ 4 വെച്ചൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2/7 എന്ന് വരും. 2/7 എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് അവിടെ 2 ആണ് ചീറ്റ് ചെയ്യുന്നത്, 7 കൊടുക്കുന്നുള്ളൂ. ആൻഡ് മൊത്തം കൊടുക്കേണ്ടത് എത്ര ആയിരുന്നു? മൊത്തം കൊടുക്കേണ്ടത് 9 ആയിരുന്നു എന്ന് നമുക്ക് പറയാം. നമുക്ക് താഴെ 28 എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, മേളിൽ എടുത്തേക്കുന്ന 8 എത്ര കുറച്ചാണ് കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 എന്ന് പറയുന്നത് എത്ര കുറച്ചാണ് കൊടുക്കുന്നത്, 7 എന്ന് പറയുന്നത് എത്ര കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ചോദിച്ചത് എത്ര ആയിരിക്കും? ശരിക്കും 9 ആയിരിക്കും ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും ദാറ്റ് ആള് ശരിക്കും ആളുടെ കയ്യിൽ നിന്ന് അവിടെ കോസ്റ്റ് ആകുന്ന എത്രയാണ്? 7 ആണ് ആളുടെ കയ്യിൽ നിന്ന് കോസ്റ്റ് ആകുന്നത് ശരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കോസ്റ്റ് പ്രൈസ്, പക്ഷെ ആള് ഈ പറയുന്ന അവിടെ കൊടുക്കേണ്ടിയിരുന്നത് എത്ര ആയിരുന്നു? 9 ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇതിനെ ഒന്ന് റേഷ്യോ പോലെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ
അപ്പോൾ ടോട്ടൽ വരേണ്ട ആളത് 36 ഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ 9 എന്ന് എടുക്കുന്നത്. എന്നിട്ട് ഇപ്പം 36 ഗ്രാം ചോദിച്ച ആൾക്ക് നമ്മൾ 36 ഗ്രാം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും കൊടുക്കുന്ന എത്ര? ആളുടെ കയ്യിൽ ശരിക്കും പോകുന്ന എത്രേ പോകുന്നുള്ളൂ? 7 പോകുന്നുള്ളൂ. പക്ഷെ ആള് കൊടുക്കാൻ നേരത്ത് പറയുന്നത് 9 കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ശരിക്കും ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് റേഷ്യോ പോലെ കൺസിഡർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആദ്യം തന്നെ 7ഉം 7ഉം ക്യാൻസൽ ചെയ്യും. ഇനി 8ഉം 9ഉം, സോ നമുക്ക് ഇവിടുന്ന് റേഷ്യോ വരുന്നത് 8:9 എന്നാണ് നമുക്ക് അവിടെ നിന്ന് വരുന്ന റേഷ്യോ വരുന്നത്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം, താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ടും കട്ട് ചെയ്യാം, ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ശരിക്കും കോസ്റ്റ് പ്രൈസ് 8 ആണ്. ആൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 9 ആൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൾക്കവിടെ വരുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാൻ വേണ്ടി ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. സോ ആൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയി. ആൻഡ് പ്രോഫിറ്റിന്റെ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1 ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഔട്ട് ഓഫ് എത്ര? ആളുടെ കയ്യിൽ നിന്ന് 8 പോകുന്നുള്ളൂ. സോ 1/8, ആൻഡ് 1/8 എന്ന് പറഞ്ഞാൽ 12.5% പ്രോഫിറ്റ് ആണ് ആൾക്ക് അവിടുന്ന് കിട്ടുന്നത്. 12.5% പ്രോഫിറ്റ് ആണ് ആൾക്ക് അവിടുന്ന് കിട്ടുന്നത്. സോ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ വഴിയാണ് ചെയ്തേക്കുന്നത് യൂസിങ് റേഷ്യോ. അപ്പോൾ ഓപ്ഷൻ ബി 12.5% പ്രോഫിറ്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെ തന്നെ സക്സസീവ് ആയിട്ടും ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ 12% ലോസ് എന്ന് പറയുമ്പോൾ അവിടെ 12% കുറയുവാണ്. ഇവിടുന്ന് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 28.57% പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. സോ ആ -12.5 എന്നുള്ള ലോസ് ആയതുകൊണ്ട് -12.5 പ്രോഫിറ്റ് ആയിട്ടുള്ള 28.57 കൂടി നിങ്ങൾക്ക് സക്സസീവ് വെച്ചെടുത്താലും നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ അടുത്തുള്ള ആൻസർ തന്നെ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ വളരെ പെട്ടെന്ന് എടുക്കാൻ, ബിക്കോസ് ആ ഒരു കാൽക്കുലേഷനിൽ ആ ഒരു രീതിയിൽ എടുക്കുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ പ്രശ്നം അവിടെ കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിരിക്കും. ബിക്കോസ് 12.5ഉം 28.57 ആണ്. അപ്പോൾ നമുക്ക് അത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയും വരുന്നുണ്ട്. സോ അത് കുറച്ച് കാൽക്കുലേഷൻ റഫ് ആവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ റേഷ്യോയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റിനെ സോൾവ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അടുത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ആൻഡ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ SSC എക്സാംസിൽ കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഫ്രം MTS ടു CJ ലെവൽ വരെ നമുക്ക് അവിടെ പറയുന്നത് 2 നമ്പേഴ്സിന്റെ HCF എന്ന് പറയുന്ന 12 ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ നെവർ ബി ദെയർ LCM എന്നാണ് പറയുന്നത്. ഇത് ഈ ഓപ്ഷൻസിൽ ഏതാണ് അതിന്റെ LCM ആയിട്ട് ഒരിക്കലും വരാൻ പറ്റാത്ത എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ പുറയിൽ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, എയും ബി എന്ന് 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ നമ്പേഴ്സിൽ നിന്ന് ഒരു കോമൺ ഫാക്ടർ പുറത്തെടുക്കുമ്പോൾ നമുക്ക് പുറത്ത് വരുന്ന ആദ്യത്തെ ആ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നതാണ് HCF എന്ന് പറയുന്നത്. വൺസ് അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ താഴെ വരുന്ന 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കത് റേഷ്യോസും ആയിരിക്കും, അത് കംപ്ലീറ്റ്ലി കോപ്രൈം നമ്പേഴ്സും ആയിരിക്കും. 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും, ആൻഡ് അത് റേഷ്യോസ് ആയിരിക്കും, ഒറിജിനൽ നമ്പേഴ്സിന്റെ റേഷ്യോസ് ആയിരിക്കും ആ നമ്പർ. അപ്പം നമുക്ക് ഇവിടുന്ന് 2 നമ്പേഴ്സിന്റെ അകത്ത് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ LCM, നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ LCM എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LCM എങ്ങനെ ആയിരിക്കും വരുന്നത്? ആ HCF ഇൻറ്റു നമുക്ക് ആ താഴെ വന്ന കോപ്രൈം നമ്പേഴ്സ് ആയ A ഇൻറ്റു ബി എന്നായിരിക്കും നമ്മുടെ LCM വരുന്നത്. അപ്പൊ എപ്പോഴും LCM എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം? HCFന്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് LCM എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലേക്ക് വന്നിട്ട് നമുക്ക് 12ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ് അല്ലാത്തതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് 72 എന്ന് പറഞ്ഞാൽ അത് 12ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം, 12 ഇൻറ്റു 6 ആണ്. അതേപോലെ 60 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 ഇൻറ്റു 5 ആണ്. 84 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 ഇൻറ്റു 7 ആണ്. പക്ഷെ 90 എന്തല്ല, 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷനിലെ ആൻസർ എന്തായിരിക്കും? 90 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ 90 ആണ് നമ്മുടെ അവിടുത്തെ ആൻസർ. സോ അതിന്റെ പുറകുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതാണ് അതിന്റെ പുറകിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തൊരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സർക്കിളും ടാൻജൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ 2 സർക്കിൾസ് ടച്ചസ് ഈച്ച് അതർ എക്സ്റ്റേണലി, 2 സർക്കിൾ എക്സ്റ്റേണലി ടച്ച് ചെയ്യുകയാണ് അറ്റ് പോയിന്റ് P. അപ്പൊ ഈ ഒരു ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ P എന്ന് പറയുന്നത്. AB is a common AB is a direct common tangent to the 2 circles. അപ്പോൾ AB എന്ന് പറയുന്നത് 2 ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ആണ്. ആൻഡ് A ആർ B ആർ പോയിന്റ് ഓഫ് കോൺടാക്ട്, ആൻഡ് ആ എയും ബി എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട്, ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ഓഫ് കോൺടാക്ട്. സോ എയും ബിയും പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ്. ആൻഡ് ആംഗിൾ PAB ഈക്വൽ ടു 40 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആംഗിൾ PAB എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ ആണ് നമ്മുടെ 40 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് മെഷർ ഓഫ് ആംഗിൾ ABP, നമ്മളോട് ഈ ആംഗിൾ എത്ര ആണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇതാണ് നമുക്ക് അവിടെ അൺനോൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. സോ വളരെ ഈസിയാണ്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ആയി, ഇത് 40 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഫുൾ ട്രയാംഗിൾ ആയില്ലേ? അപ്പോൾ ആ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ 180 ആയിരിക്കണം. അപ്പോൾ 180 ആകണമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര വന്നാൽ മാത്രമേ അവിടെ 180 വരത്തുള്ളൂ? നമുക്ക് ഇവിടുത്തെ ആംഗിൾ 50 വന്നാൽ മാത്രമേ 180 വരത്തുള്ളൂ. സോ നമ്മുടെ ഈ ആംഗിൾ
ആംഗിൾ എ ബി പി എന്ന് പറയുന്ന എത്രയെന്ന് വരും 50 ഡിഗ്രി എന്ന് വരും. സോ ഇവിടുത്തെ ഈ ആംഗിളുടെ വാല്യൂ 50 ഡിഗ്രി ആണ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ മനസ്സിലാക്കാൻ പറ്റും. സോ ഓപ്ഷൻ സി 50 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അഗെയിൻ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ അഗെയിൻ MTS തൊട്ട് CGL ലെവൽ വരെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ കൂടിയാണിത്. നമുക്കത് കുറച്ചുകൂടി CGL ലെവലിലേക്ക് വരുമ്പോൾ അതിന്റെ വാല്യൂസ് കുറച്ച് വലുതായിരിക്കും, MTS ലെവലിൽ വരുമ്പോൾ വാല്യൂസ് ചെറുതായിരിക്കും എന്നുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ചോദിച്ചിരിക്കുന്ന മീൻ പ്രപ്പോർഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം മീൻ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ A:B പ്രപ്പോർഷണൽ ടു B:C എന്ന് പറഞ്ഞാൽ അതിലെ ഈ ബിനെയാണ് മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് B² = √AC എന്നുള്ളതാണ് അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അവിടെ തന്നിരിക്കുന്നത് ഈ പറഞ്ഞ മീൻ പ്രപ്പോർഷൻ B കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ എയും സിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂട്ടിന്റെ അടിയിൽ നമ്മൾ ആ ഒരു 169നെയും 144നെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ 139 എന്ന് പറഞ്ഞാൽ അത് 13 ആണ് ആൻഡ് 144 എന്ന് പറഞ്ഞാൽ അത് 12 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 13 × 12 എന്ന് പറയുമ്പോൾ 12ന്റെ സ്ക്വയർ 144 എടുത്തിട്ട് അതിലെ 12നെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എപ്പോഴെങ്കിലും രണ്ട് അടുത്തുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ അതിലെ ചെറിയ നമ്പറിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിനെ തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 156 എന്ന ആൻസർ വരും. സോ ദ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് നമുക്കിവിടെ സ്ക്വയർ വരത്തില്ല, നമുക്ക് സ്ക്വയർ വരുമ്പോൾ AC എന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പം B എന്ന് പറയുന്നത് 156 എന്ന് വരും. ഇപ്പം B² = AC, B = √AC. സോ ആൻസർ 156, ഓപ്ഷൻ A ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പറയുന്നത് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് എ റെക്ടാംഗിൾ ആർ ഇൻക്രീസ്ഡ് ബൈ 8% ആൻഡ് 5%. അപ്പോൾ ലെങ്ത് 8% ഇൻക്രീസ് ചെയ്യുവാണ് ആൻഡ് ബ്രെത്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 5%. ബൈ ഹൗ മച്ച് പെർസെന്റ് വിൽ ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഇൻക്രീസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെക്ടാംഗിളിന്റെ ഏരിയ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. അപ്പം ഫോർമുല A + B + AB/100 ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ ഈ ഒരു സെഷനിൽ 5 ക്വസ്റ്റ്യൻ ചെയ്തതിൽ 2 ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റിനും ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റുമായിരുന്നു. സോ വളരെ കോമൺ ആയിട്ടുള്ളൊരു വളരെ നല്ലൊരു കൺസെപ്റ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 8% ഇൻക്രീസ്, സോ +8 അഗൈൻ ഇൻക്രീസ് ആയതുകൊണ്ട് +5 ആൻഡ് +8 × 5/100 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ 8 + 5 നമുക്ക് അവിടെ 13 എന്നും വരും ആൻഡ് അവിടെ നമുക്ക് 8 × 5 40 എന്ന് വരും. പക്ഷേ 40/100 എന്ന് പറയുമ്പോൾ 0.4 എന്ന് വരും. സോ 13.4 എന്ന് വരും. സോ ആ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് 13.4% ഇൻക്രീസ് ആണ് നമുക്കിവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കിട്ടും. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ 13.4 ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. 13.4%. സോ ഈ ഒരു സെഷനിൽ നമ്മൾ SSC CGLയുടെ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ. സോ ഈ ഒരു സെഷനിൽ ചെയ്ത ക്വസ്റ്റ്യൻസിനെ വളരെ പെട്ടെന്ന് എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഏറ്റവും മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തു പോയിരിക്കുന്നത്. സോ വരാനിരിക്കുന്ന ഡേയ്സിൽ നമ്മൾ CGLയുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ വരുന്ന ഒക്ടോബറിലെ SSC CGLയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി. സോ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിങ്ങളുടെ പ്രാക്ടീസ് നല്ലപോലെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളെ ഇത് റെയിൽവേയുടെ എക്സാംസിനും ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് റെയിൽവേയുടെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. സോ വരുന്ന സെഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.